വയനാട് ചൂരൽമലയിൽ പുലി ഇറങ്ങി വളർത്തുനായയെ കൊന്നു. ചൂരൽമല ഫാക്ടറിക്ക് സമീപത്തെ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലാണ് കെട്ടിയിട്ട നായയെ പുലി കൊലപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് CV ഷിബു ചേരുന്നു. CV, വയനാട്ടിൽ വന്യമൃഗ ശല്യം ഒഴിയുന്നില്ല. നിരന്തരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എപ്പോഴായിരുന്നു ഈ സംഭവം? വനപാലകർ ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണോ? അതെ, ലിവീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നൊഴിയാതെ ഒന്നായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് ജനങ്ങളാകെ ഉള്ളത്. ഒരു തരത്തിൽ ആശങ്ക, മറ്റൊരു തരത്തിൽ ഭീതി, ഇതെല്ലാം കൂടി ജീവിതം പൊറുതിമുട്ടിയ ഒരു അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ച് തോട്ടം മേഖലയിൽ, ക്ഷീരമേഖലയിലുള്ള ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടുകയാണ്. വിളവെടുപ്പിന്റെ കാലമാണ്. ഈ സമയത്താണ് വനത്തിനുള്ളിലെ വന്യമൃഗങ്ങൾ ഒന്നാകെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ ഇന്നലെ കടുവ, കരടിയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പുലിയാണ് ചൂരൽമലയിൽ ഇറങ്ങി വളർത്തുനായയെ പിടികൂടിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ എന്ന ആളുടെ വീട്ടിൽ കെട്ടിയിട്ട വളർത്തുനായയെയാണ് ഈ പുലി കടിച്ചു കൊന്നത്. കുറച്ച് മാംസഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയത്. അവർ ഇപ്പോഴും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കടുവയുടെ ശല്യവും രൂക്ഷമാണ്. പുലിയുടെ ശല്യവും സാന്നിധ്യവും വളരെ പതിവാണ്. സാധാരണഗതിയിൽ പുലി നാട്ടിലിറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ വനത്തിനുള്ളിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടെ വരാറുള്ള പുലി തന്നെയാണ് ഇതെന്നാണ് ഇവർ കരുതുന്നത്. എന്നാൽ കടുവയുടെ കാര്യം അങ്ങനെയല്ല. കടുവ ഇറങ്ങി 2-3 ദിവസങ്ങളൊക്കെ നിൽക്കുകയും വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോവുകയും ഉള്ള പതിവുണ്ട്. ഇപ്പോൾ പുലി ഈ വളർത്തുനായയെ ഭക്ഷിച്ചതിലൂടെ ജനങ്ങളൊരു ആശങ്കയുണ്ട്. കാരണം സാധാരണ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായാണ് കെട്ടിയിട്ട വളർത്തുനായയെ പുലി പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വനത്തിനുള്ളിൽ നിന്ന് പുറത്തു ചാടിയ പുലി ഇനി പുറത്തു തന്നെ ജനവാസ കേന്ദ്രത്തിൽ തന്നെ തങ്ങുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. ഇതാണ് ഇപ്പോൾ വനം വകുപ്പും ജനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായാൽ അനന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു ഒരുക്കം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ശരി ഷിബു, വയനാട്ടിൽ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. ഏറ്റവും ഒടുവിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് CV ഷിബു പങ്കുവച്ചത്.